വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാം തിരുവചനം. ശിശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, 8-ാം ദിവസം പരിച്ഛേദനമേൽക്കണമെന്ന നിയമം കർത്താവ് അബ്രാമിന് നൽകുന്നു. അങ്ങനെ അബ്രാം എന്ന പേര് മാറ്റി ദൈവം അവനെ അബ്രഹാം എന്ന് വിളിക്കുന്നു. അന്ന് തന്നെ അബ്രഹാം തൻ്റെ ഭവനത്തിലുള്ള എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം നൽകി. ഈ പരിച്ഛേദനം ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് എല്ലാ പുരുഷന്മാരും തങ്ങളുടെ ശരീരത്തിൽ പേറുന്നു. അതേ പാരമ്പര്യത്തിൽ തന്നെ 8-ാം ദിവസം യേശു ക്രിസ്തു പരിച്ഛേദന സ്വീകരിക്കുകയും ഗർഭത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ അവൻ ഉരുവാകുന്നതിന് മുൻപ് തന്നെ സ്വർഗം നിശ്ചയിച്ചിരുന്ന പേരായ യേശു എന്ന പേര് നൽകപ്പെടുകയും ചെയ്യുന്നു. യേശു എന്നാൽ രക്ഷകൻ. രക്ഷകൻ്റെ ആളുകളായ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നിന്നുള്ളവരാകിയാൽ ക്രിസ്ത്യാനികളെന്നും വിളിക്കപ്പെടുന്നു എന്നാണ് ഒറിജിൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം ഈ പരിച്ഛേദനം സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ടെന്നാൽ ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ശരീരത്തിലെ ഒരവയവത്തിൽ സ്വീകരിക്കുന്ന ഈ പരിച്ഛേദനം ശക്തമല്ല, പര്യാപ്തമല്ല എന്നതുകൊണ്ട് തന്നെ നാം സ്വീകരിക്കുന്ന പരിച്ഛേദനമാകട്ടെ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനമാണ്. അത് ആത്മീയ പരിച്ഛേദനമാണ്. കൊളോസോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഇത് പഠിപ്പിക്കുന്നുണ്ട്. കൊളോസോസ് 2:11 തിരുവചനത്തിൽ അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു, കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരവയവത്തിൽ സ്വീകരിക്കുന്ന അടയാളമായിട്ടല്ല, ശരീരം മുഴുവൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിനോടൊപ്പം മരിച്ച് അടക്കപ്പെടുന്ന ജ്ഞാനസ്നാനമാകുന്ന പരിച്ഛേദനം. മരിച്ച് അടക്കപ്പെട്ട ഒരു ശരീരത്തിൽ പിന്നീട് പാപ ദുർവാസനകൾ ഒരിക്കലും പ്രവർത്തനക്ഷമമല്ല. അത് വീണ്ടും ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന ഒരു പരിച്ഛേദനം, പൂർണ്ണമായി ശരീരം മരിക്കുന്ന ഒരു പരിച്ഛേദനം, അത് ഏതെങ്കിലും ഒരു അവയവത്തിലല്ല, ശരീരം മുഴുവനിലും. അതാണ് നാം സ്വീകരിച്ചിരിക്കുന്ന പരിച്ഛേദനം. അത് ജ്ഞാനസ്നാനമാണ്. അതുകൊണ്ട് ശരീരത്തെ സംബന്ധിച്ച് മാത്രമല്ല, മുഴുവൻ കാര്യത്തിലുമുള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ പരിച്ഛേദനം അത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനമാണ്. ക്രിസ്തുവിലൂടെ സംലപ്തമാകുന്ന രക്ഷയുടെ പരിച്ഛേദനമാണ്. അത് നാം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു പരിച്ഛേദനം അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ നിർമ്മാർജ്ജനം, ഒരു അഗ്രചർമ്മത്തിൻ്റെ നിർമ്മാർജ്ജനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. Have a blessed day to all of you.